പാചകവാതക പ്രതിസന്ധിയിൽ കടുത്ത നടപടികളിലേക്ക് കടക്കാനൊരുങ്ങുന്നു ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. സംസ്ഥാനത്തെ 3000-ൽ പരം ഹോട്ടലുകൾ അടച്ചിടാനാണ് തീരുമാനം. ജൂൺ ഒന്നിനകം പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടില്ല എങ്കിൽ പാർലമെന്റ് മാർച്ച് അടക്കമുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനുമാണ് ഇവരുടെ തീരുമാനം. നിതിൻ സേവ്യറാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുന്നത്. നിതിൻ, ഹോട്ടൽ ഉടമകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ചില്ലറയൊന്നുമല്ല. നമുക്കറിയാം, ഹോർമുസ് പ്രതിസന്ധി, ഇറാൻ അമേരിക്ക യുദ്ധം, ഗ്യാസ് സിലിണ്ടറുകൾ പോലും ലഭിക്കാനില്ലാത്തൊരവസ്ഥ, അതോടൊപ്പം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇവിടെ ജോലി ചെയ്തിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ അവരുടെ നാട്ടിലേക്ക് പോയി ധാരാളം ആളുകൾ ഇനിയും തിരിച്ചു വരാനുണ്ട്. അതൊരു വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നു. ഇതിനെല്ലാം പുറമെയാണ് ഇരുട്ടടിയായി 993 രൂപ ഒറ്റയടിക്ക് വാണിജ്യ സിലിണ്ടറുകൾക്ക് വില വർദ്ധിപ്പിച്ചത്. ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഹോട്ടൽ മേഖലയിലുള്ള ആളുകൾ. അതിൽ യാതൊരു സംശയമില്ല. അവരുടെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? എങ്ങനെയാണ് പ്രതിഷേധിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഷിഹാസ്, വലിയ പ്രതിസന്ധിയാണ് ഹോട്ടൽ മേഖല അല്ലെങ്കിൽ റെസ്റ്റോറന്റ് മേഖല നേരിടുന്നത്. ആദ്യം യുദ്ധം വരുന്നു, അതിനുശേഷം തൊഴിലാളികൾ കൂട്ടത്തോടെ അവരുടെ സ്വന്തം സംസ്ഥാനങ്ങളിലേക്ക് മടങ്ങുന്ന കാഴ്ച, അതിനുശേഷമാണ് ഇരുട്ടടിയായി ഇത്തരത്തിൽ വില കൂട്ടുന്നത്. അപ്പോൾ വലിയ തോതിലുള്ള പ്രതിസന്ധി തങ്ങൾ നേരിടുന്നുണ്ട് എന്നാണ് ഹോട്ടൽ മേഖലയിലുള്ളവർ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇവരുടെ യോഗം ചേർന്നിരുന്നു. എറണാകുളത്ത് യോഗം ചേർന്നപ്പോഴാണ് ഇത്തരത്തിൽ കടുത്ത നടപടികളിലേക്ക് പോകേണ്ടി വരുമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഗ്യാസിന്റെ വില ഇത്തരത്തിൽ കൂട്ടുന്നത് 1000 രൂപയോളം കൂട്ടിയിട്ടുള്ളത്. അത് ഒരു തരത്തിലും അവർക്ക് ലാഭം നൽകുന്നില്ല, പകരം വലിയ തോതിലുള്ള നഷ്ടത്തിലേക്ക് കച്ചവടത്തെ കൊണ്ടെത്തിക്കുന്നു. പ്രത്യേകിച്ച് ഈ വലിയ വില കൂട്ടുന്നത്, സാധനങ്ങളുടെ വില കൂട്ടുന്നത്, ഇപ്പോൾ ചായക്ക് 12 രൂപ എന്നത് 15 ആക്കാം, പക്ഷേ എങ്കിൽ പോലും അവർക്ക് അതിൽ നിന്നും ചെറുകിട കച്ചവടക്കാർക്കൊരു ലാഭം ലഭിക്കില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ വില അധികം കൂട്ടാനാകില്ല, പക്ഷേ ഈ നഷ്ടം സഹിക്കേണ്ടി വരും. ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ കട തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്നത് തുടർന്ന് പോകാനാകില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ 3000-ൽ പരം ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും ചെറുകിട കച്ചവടക്കാരെ ഉൾപ്പെടെയുള്ളവർ അടച്ചുപൂട്ടിയിടേണ്ടി വരുമെന്നൊരു സൂചനയാണ് അവർ നൽകുന്നത്. ഒപ്പം തന്നെ ജൂൺ 1-നകം ഈ പ്രതിസന്ധി കേന്ദ്ര സർക്കാർ പരിഹരിക്കണം എന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട്. പരിഹരിച്ചില്ല എങ്കിൽ കൂടുതൽ കടുത്ത പ്രതിഷേധ പരിപാടികളിലേക്ക്, പ്രക്ഷോഭങ്ങളിലേക്ക് പോകാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. പാർലമെന്റിലേക്ക് പ്രതിഷേധ മാർച്ച് അടക്കം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റു സംസ്ഥാനങ്ങളിലെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനുമായൊക്കെ ആലോചിച്ച് കൂടുതൽ പ്രതിഷേധ നടപടികളിലേക്ക് പോകാനും അവർ നിലവിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും വലിയ പ്രതിസന്ധി അവർ നേരിടുന്നുണ്ട് എന്നത് സത്യമാണ്. ആ സമയത്ത് നിലവിൽ ഇപ്പോഴും കുറേ ഹോട്ടലുകൾ അടഞ്ഞു കിടക്കുന്നുണ്ട്. നേരത്തെ ഈ പ്രതിസന്ധികൾ വന്ന സമയത്ത് ഒരുപാട് ഹോട്ടലുകൾ അടഞ്ഞു കിടന്നിരുന്നു. അതിനുശേഷമാണ് പതുക്കെ അവർ വീണ്ടും ബിസിനസ്സൊക്കെ ആരംഭിച്ച് ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ തിരിച്ചു വന്നു, അല്ലെങ്കിൽ ഈ സിലിണ്ടറുകൾ ലഭിച്ചു തുടങ്ങിയതോടൊക്കെ വീണ്ടും അവർ ഈ ബിസിനസ്സിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുമ്പോഴാണ് ഇത്തരത്തിൽ വില വർധനവ് വരുന്നത്. 1000 രൂപയോളം കൂട്ടുമ്പോൾ അത് അവർക്ക് വലിയ നഷ്ടമുണ്ടാക്കുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ച് ചില ഹോട്ടലുകൾ ഒരു ദിവസം 5ഉം 6ഉം ഒക്കെ സിലിണ്ടർ ഉപയോഗിക്കുന്ന ഹോട്ടലുകളുണ്ട്. അപ്പോൾ അവർക്ക് ഇത്രയും വില വർധനവ് നൽകി ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല എന്നവർ തുറന്നു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കടുത്ത നടപടികളിലേക്ക്, ഒരുപക്ഷെ ഹോട്ടലുകൾ പൂർണ്ണമായി അടച്ചിടുന്ന ഒരു നടപടികളിലേക്ക് പോകാനാണ് നിലവിൽ അവരുടെ തീരുമാനം. ഷിഹാസ്, ശരി, ഇതിനാണ് വിവരങ്ങൾ നൽകിയത്. യാതൊരു തരത്തിലും പിടിച്ചു നിൽക്കാൻ ഹോട്ടൽ ഉടമകൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ 3000 ഹോട്ടലുകൾ അടച്ചിട്ടാണ് പ്രതിഷേധം. പാർലമെന്റിലേക്ക് മാർച്ച് നടത്താൻ ആലോചിക്കുന്നു. നമുക്ക് ഓർമ്മയുണ്ട്, ഈ അടുത്ത ദിവസം തന്നെ ഈ 993 രൂപ വലിയൊരു വാണിജ്യ പാചകവാതക സിലിണ്ടറിന് വർദ്ധിപ്പിച്ച ആ ഒരു സമയത്ത് ഇതിൽ പ്രതിഷേധ സൂചകമായി കേരളത്തിന്റെ പല ഭാഗങ്ങളിലും, ഏറെക്കുറെ എല്ലാ ജില്ലകളിലും തന്നെ ഒരു 90% ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിച്ചിരുന്നു. എന്നാൽ യാത്രക്കാരൊക്കെ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിൽ കണ്ടതാണ്. അപ്പോൾ ഇനി മുന്നോട്ട് ഇത്തരത്തിൽ ഒരുപാട് ഹോട്ടലുകൾ അടയ്ക്കാനാണ് പ്ലാനെങ്കിൽ അത് സാധാരണക്കാരെ കാര്യമായി തന്നെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നിതിൻ സേവ്യറാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.